Hello friends, welcome back to my channel. അങ്ങനെ ഞാൻ ഇന്ന് ഒരു നല്ല മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ബാൽക്കണിയിൽ നിന്ന് ഒരു നല്ല മഴയൊക്കെ കാണാൻ പറ്റി. അതായത് നമ്മുടെ നാട്ടിലൊരു മഴയുണ്ടല്ലോ, ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് നല്ല ചതച്ച് കുത്തിയുള്ള ഒരു മഴ. ആ മഴയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. പൊതുവേ ഇവിടെ അങ്ങനെ നല്ല മഴ പെയ്യാറില്ല. പെയ്താലും വിൻ്ററിലായിരിക്കും അത് ഈ മഞ്ഞും മഴയൊക്കെ ആയിട്ട് ആകെപ്പാടെ ഒരു ബോറ് മഴ. പക്ഷേ ഇന്ന് നല്ലൊരു മഴ എനിക്ക് കാണാൻ പറ്റി. അത് കണ്ടപ്പോൾ ശരിക്കും നാട്ടിലെ ഒരു ഓർമ്മയൊക്കെ എനിക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാറ്റ് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു എന്തെങ്കിലും നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചിക്കൻ പെപ്പർ റോസ്റ്റ് എന്നൊക്കെ പറയാം, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് നല്ല സിമ്പിളുമാണ്, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് പീസാണ് എടുക്കുന്നത്. ഒരു 4-5 ലെഗ് പീസ് എടുക്കാം. നിങ്ങൾക്ക് ഹോൾ ചിക്കൻ ഉണ്ടെങ്കിൽ അതാണേലും കുഴപ്പമില്ല കേട്ടോ. എനിക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് ചിക്കനെ ലെഗ് പീസ് വാങ്ങിക്കാൻ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. പക്ഷെ നിങ്ങൾക്ക് എന്താ അവൈലബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അതായത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, കശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് സാധാരണ എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ലൈം, കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്യണം. ആദ്യം ഞാൻ ഉപ്പിടാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പിടാം. എന്തായാലും ലാസ്റ്റ് മസാലയൊക്കെ റെഡിയാക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ മൊത്തം ഇടുമൊന്നും വേണ്ട, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പം ആ ഉപ്പ് പിടിക്കാതുകൊണ്ട് ഞാൻ കുറച്ച് ആദ്യം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക എല്ലായിടത്തും, അതായത് ചിക്കൻ്റെ എല്ലാ പീസിലും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 15-20 മിനിറ്റ് ഏകദേശം മാറ്റി വെക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് സവോളയൊക്കെ വഴറ്റി എടുക്കാനുണ്ട്. അപ്പോഴത്തേക്ക് ഇതും അത് ഏകദേശം റെഡി ആകുമ്പോഴത്തേന് ഇതൊക്കെ ഈ ഒരു ചിക്കൻ പീസിലൊക്കെ പിടിച്ച് റെഡിയായി കിട്ടും. ഇനി ഞാൻ അടി കട്ടിയുള്ള ഒരു പാത്രം വെക്കുന്നുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴത്തേന് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം, ഏതാണേലും കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് ചൂടാക്കാൻ വെക്കാം. അത് കഴിയുമ്പോഴത്തേന് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കടുകും ഇടുന്നുണ്ട്. അത് എണ്ണ നല്ല ചൂടായിട്ട് വേണം ഇടാൻ. അപ്പോൾ അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേന് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. അതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. ഒരു 1-2 മിനിറ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സവോള ആഡ് ചെയ്യാൻ. സവോള ഞാനിവിടെ ഒരു 4 സവോള മീഡിയമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ സവോള ആണെങ്കിൽ ഒരു 3 എണ്ണം മതിയാകും. അപ്പോൾ ആ സവോള ആഡ് ചെയ്യാം. എത്ര സവോള ഉണ്ടോ അത്രയും നല്ലതാണ്, കാരണം റോസ്റ്റ് ആയതുകൊണ്ട് സവോള ഉള്ളതാണ്. പക്ഷെ കൂടിയാലും അധികമായാലും മധുരം വരും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അതെടുക്കുക. അപ്പോൾ ഇത് സവോളയ്ക്ക് വേണ്ടിയിട്ട്, അതായത് സവോള വഴലാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ വഴലാൻ വേണ്ടിയിട്ട് ഞാനൊരു പിന്നെയും ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അത് കൂടാണ്ട് നിങ്ങൾ അളവ് നോക്കി വേണം ഇടാൻ. അപ്പോൾ ഇത്രയും സവാള വഴണ്ട് വരാൻ സമയം എടുക്കും. അതുകൊണ്ട് അത്ര ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ടിട്ട് വഴറ്റണേ. സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന അത്രയും സവാള വഴറ്റണ്ട കേട്ടോ. ഇതൊരു ട്രാൻസ്ലൂസൻ പരുവം ആകുമ്പോഴത്തേനും നമുക്ക് നിർത്താം. അതായത് ബാക്കിയുള്ള മസാലയൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതാactually നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. മെയിൻലി ഇത് നമുക്ക് സ്റ്റാർട്ടേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, കാരണം ഇത് ഡ്രൈ ആണല്ലോ, റോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് സ്റ്റാർട്ടേഴ്സായിട്ടായിരിക്കും കഴിക്കാൻ ബെസ്റ്റ്. സവോള ഏകദേശം റെഡി ആയി തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അത്രയ്ക്കും ഉണ്ടായിരുന്നില്ല, ഇത് കുറച്ചും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കറി ലീവ്സ് എത്ര ആഡ് ചെയ്യുന്നോ അത്രയും നല്ല ടേസ്റ്റ് കിട്ടും. ഇവിടെ പൊതുവെ കറി ലീവ്സ് ക്ഷാമമാണ് കേട്ടോ. കടയിലൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റും, അതായത് ചിക്കനെല്ലാം ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ചുകൂടെ ആഡ് ചെയ്യണം.
അപ്പോൾ കുറച്ചുകൂടെ നേരം നമുക്ക് ഇത് സവോള വഴറ്റാം. ഇനിയിപ്പോൾ നമുക്ക് പൊടികൾ ഇടാൻ തുടങ്ങാം. ആദ്യം ഞാൻ ഒരു ടീസ്പൂണോളം നമ്മുടെ പെരുംജീരകമാണ് ഇടുന്നത് കേട്ടോ. പെരുംജീരകം പൊടിച്ചത് ഞാൻ 1 ടീസ്പൂൺ ഇട്ടു. പിന്നെ ക്രഷ് പെപ്പറും കൂടെ ഇടണം. അതൊരു 2 ടീസ്പൂൺ ഞാൻ ആദ്യം ഇടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് വേവാറൊക്കെ ആകുമ്പോഴത്തേന് വേണം ബാക്കിയും കൂടെ ഇടാൻ. അതായത് എരിവ് നോക്കിയിട്ട് കുറച്ച് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇടാം. ഇത് പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് ആ പെപ്പറിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മുന്നോട്ട് വേണ്ടത്. അതുകൊണ്ട് അത്യാവശ്യം പെപ്പർ നമ്മൾ ഇടുന്നുണ്ട്. പക്ഷെ എന്നാലും അത് സെയിം എരിവും കൂടെ നോക്കണം. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകെപ്പാടെ ഈ 3 പൊടികളാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പം കശ്മീരി ചില്ലി ഇട്ടായിരുന്നു, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇടുന്നത് കേട്ടോ. ഈ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേനും ഞാൻ 1 ടീസ്പൂൺ സോയ സോസും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ്റെ, അതായത് മാറ്റി വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിപ്പം 10-20 മിനിറ്റ് വെച്ചതുകൊണ്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ഏകദേശം അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ശരിക്കും ഒന്ന് നല്ലപോലെ അതിൻ്റെ സവോളയൊക്കെ കോട്ട് ചെയ്യുന്ന വിധം ഇളക്കി വെക്കുക. ഇനി ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. കാരണം ചിക്കൻ പീസിൻ്റെ അകത്തുനിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ അതിനകത്ത് തന്നെ ആ വെന്ത് കിട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. കാരണം എക്സ്ട്രാ വെള്ളം ഒഴിച്ചാൽ ആ ഒരു ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ്, അതായത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒഴിക്കത്തുള്ളൂ. അതായത് അടുക്കി പിടിക്കാൻ തുടങ്ങിയാൽ മാത്രം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ മൂടി വെച്ച് 20 മിനിറ്റ് ഏകദേശം മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. നാട്ടിലെ പക്ഷേ ചിലപ്പം കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കും. ഇവിടുത്തേനെ അപേക്ഷിച്ച് അവിടുത്തെ ചിക്കന് കുറച്ചുകൂടെ വേവ് കൂടുതലാണല്ലോ. അപ്പം നിങ്ങളതനുസരിച്ച് നോക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതങ്ങ് ഒന്ന് ഇളക്കിയിട്ട് അങ്ങ് മൂടി വെക്കുകയാണ്. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ സമയത്ത് എങ്ങാനും വെള്ളം ആവശ്യം വരുവാണെങ്കിൽ, അതായത് അടുക്കി പിടിക്കുമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. പക്ഷേ എന്നാൽ അധികം കൂടല്ല. കാരണം ഇത് നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കേണ്ട സാധനമാണ്. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് 1 ടീസ്പൂണും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ലാസ്റ്റ് ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ സമയത്ത് തന്നെ നമുക്ക് എരിവ് നോക്കാം. കാരണം എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ പെപ്പർ തന്നെ ആഡ് ചെയ്യാം. ക്രഷ് പെപ്പർ തന്നെ ഒരു ടീസ്പൂണൊക്കെ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേസമയം എരിവുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ കറി ലീവ്സും ഈ സമയത്ത് കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കറി ലീവ്സ് എനിക്കിവിടെ കുറവായതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്തത്. പക്ഷെ നിങ്ങളുടെ നാട്ടിലൊക്കെ അത്യാവശ്യം കറി ലീവ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് അത് അത്യാവശ്യം ആഡ് ചെയ്തോളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ലാസ്റ്റ് നമുക്ക് വേണേൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. ഞാൻ പച്ചമുളക് ഇനീഷ്യലി ആഡ് ചെയ്യില്ല. കാരണം ഇത് പെപ്പറിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് വരുന്നതുകൊണ്ട് ഞാൻ സാധാരണ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ലാസ്റ്റ് വേണേൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും കൂടിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് സജഷൻസ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി ചെയ്യുന്നത്. അതായത് ഈ ചാനൽ ഞാൻ ഇതിന് മുമ്പ് കുക്കിംഗ് വീഡിയോസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ടൈം ഒരു അറ്റംപ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് വഴി അറിയിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് ഷിൽഡ ഫിലിപ്പ് സൈനിങ് ഓഫ് ഫ്രം മേപ്പിൾ ലീവ്സ്. ബൈ.